കോവിഡിന് ശേഷം കമ്പനിയിൽ ഇൻസ്പെക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ദ ഫ്യൂച്ചർ ഈസ് സ്മാർട്ടപ്സ്. നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. ആൻഡ് ദാറ്റ് ക്ലിയർലി മീൻസ് നമ്മൾ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടി വരും. എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. സെയിൽസ് റിപ്പോർട്ട് എല്ലാം 2 തവണ മോണിറ്റർ ചെയ്ത് ചെക്ക് ചെയ്തേ പറ്റൂ. ആൻഡ് യാ, ലാസ്റ്റ് ഇയർ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട്സിലേക്ക് ഇത്തവണ 20% ക്രെഡിറ്റ് കൂടിയിട്ടുണ്ട്. ആൻഡ് യെസ്, യു ഗൈസ് ഹാവ് ടു ഗെറ്റ് ഗോയിങ് റിയലി ഫാസ്റ്റ്. അളിയ, ഈ ഹാള് നല്ലാണോ നോക്കി. ആൻഡ് ഓൾസോ നല്ല സ്പേസ് ഉണ്ട്, എലഗന്റ് ആണ്. ചേട്ടന്റെ റൗഡി കൊച്ചിനെ കല്യാണം നടത്താൻ പറ്റിയ സ്ഥലം ഇത്. ശരിയാളിയാ, അടിപൊളിയായിട്ടുണ്ട്. അമ്മു, നീ നോക്കിയേ. നിങ്ങളുടെ കല്യാണം നടത്താൻ ഈ ഹോളൊക്കെ അല്ലേ? ഏയ്, ഇത് വേണ്ട. കളറൊന്നും കൊള്ളില്ല. എനിക്കെന്തോ ഇഷ്ടമായില്ല. ഇതിനെന്താ പ്രശ്നം? നല്ല വലിപ്പമുണ്ട്, ഭംഗിയുണ്ട്, കാണാൻ നല്ല വൃത്തിയുണ്ട്. കുറച്ച് സ്ഥലം ഉണ്ടായാൽ മാത്രം മതിയോ? എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇവരുടെ കല്യാണം നടക്കുന്നതെങ്കിൽ ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട സമയമാകും. നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? ഇവിടെ ജോക്ക് പറഞ്ഞോ? എന്നെ കാണുന്നത് ജോക്കറെ പോലെ ഉണ്ടോ? നോൺസെൻസ്. ഞങ്ങളല്ല ചേട്ടാ, ഈ ബോധമില്ലാത്ത സുമേഷ ഈ ജോക്കൊക്കെ പറയുന്നേ. റബീഷ്, മീറ്റിങ്ങിനാ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? വന്ന് എല്ലാത്തിനും കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ കുറച്ച് സോഫ്റ്റ് ആയി നിൽക്കുന്നുണ്ടാ എല്ലാം കൂടെ എന്റെ തലയിൽ കയറി നിരങ്ങുന്നേ. ഇവിടെ മീറ്റിംഗ് നടക്കുന്ന ആർക്കും ഓർമ്മയില്ലേ? ഇനി ഇങ്ങനെ ആവർത്തിച്ച എല്ലാത്തിനും ഞാൻ പിടിച്ച് പുറത്താക്കും. ഭാഗ്യം, 1 വർഷത്തെ ശമ്പളം കട്ട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. എല്ലാരും പറഞ്ഞു വിട്ടിട്ട് ബോസ് എന്തോ ഒറ്റയ്ക്കിരുന്ന് ഗെയിം കളിക്കാൻ പോവാണ്. എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എംപ്ലോയർ ഉള്ളൂ. ഞങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടാലേ ഈ കമ്പനി പിന്നെ എങ്ങനെയാ ഓടുന്നതെന്ന് കാണണമല്ലോ. ചേട്ടാ, ഈ ഹോൾ എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ റിജക്ട് ചെയ്യുന്നു. വേറെ ഏതെങ്കിലും നല്ല ഹോൾ ഉണ്ടെങ്കിൽ നോക്കാം. നല്ലതാണെങ്കിൽ ഫൈനൽ ചെയ്യാം. വേറെ കാര്യങ്ങൾ പറയാനിരിക്കുന്നവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇന്ന് തന്നെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവാം. താല്പര്യമില്ലാതെ ഒരാളും ഈ കമ്പനിയിൽ നിൽക്കണമെന്നില്ല. ആരാ പറഞ്ഞ താല്പര്യമില്ലെന്ന്? എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട്. ജോളിയായിട്ട് കറങ്ങി നടക്കാൻ മൂടുണ്ട്. Will you just shut up, Amulya? Be serious. Bloody nonsense. കാര്യങ്ങളെല്ലാം സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഐ എം വെരി സോറി ബോസ്. ഡിസ്റ്റർബ് ചെയ്യാണെന്ന് വിചാരിക്കരുത്. ഇപ്പോ സമയം 2 മണിയായി. സോ ബ്രേക്ക് ടൈം. പ്രമേ എല്ലാവർക്കും സ്പെഷ്യൽ ഫുഡ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ ആർക്കൊക്കെയാണോ മൂഡ് അവര് മാത്രം വന്നാൽ മതി.
കുറെ നേരം കഴിയുമ്പോഴേ ഫുഡ് കിട്ടിയില്ല മിസ്സായി എന്നൊക്കെ പറഞ്ഞു വന്നാലേ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ബോസ്, അല്ലെങ്കിൽ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ, കറക്റ്റ് സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ അസിഡിറ്റി വരുമെന്ന്. എന്റെ വയറിപ്പോ കാലിയാ. അസിഡിറ്റി വന്നാ പ്രശ്നമാകും. പിന്നെ എനിക്ക് തല കറങ്ങും. അയ്യാ അയ്യാ അയ്യാ. എടോ സുമേഷ്, എടോ സുമേഷ്, സുമേഷ് തനിക്ക് എന്താ പറ്റിയേ? ആർ യു ഓക്കേ? എടാ സുമേഷേ, ബോസ്, ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നുപോയി. ഞാൻ എന്റെ മീനുവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി സ്ലിം ആവാൻ നോക്കുക. അതിനുവേണ്ടി നല്ലോണം എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വാക്കിംഗ് വാക്കിംഗ് ജോഗിങ് ജോഗിങ്. ദാറ്റ്സ് ഓക്കെ. താൻ അവിടെ ഒന്ന് നിൽക്ക്. ആൻഡ് യാ, പുതിയ ആപ്പിന്റെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തന്നില്ലേ, അതെല്ലാം എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. ആൻഡ് ഓഫ് കോഴ്സ് ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മെയിൽ ചെയ്യണം. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ചെറിയ ഉണ്ടാക്കിയ ഫുഡ് വെയിറ്റിംഗ് ആളിയാ. അതെ അളിയ, റൗഡി കൊച്ചി രാവിലെ വന്നപ്പോ തന്നെ ടിഫിൻ ബോക്സിൽ നിന്ന് നല്ല അടിപൊളി മണം വന്നതാ. ശരിയാ, സൂപ്പർ മണാ. ഓക്കെ, എനിക്ക് മനസ്സിലായി. പ്രമീളമ്മയുടെ ഫുഡ് ഫേമസ് അല്ലേ? ആർക്കും മീറ്റിംഗിന് മൂഡില്ലാന്ന് മനസ്സിലായി. വിശക്കുന്നുണ്ടാവും അല്ലേ? ശരി, ഞാനും നിങ്ങളൊപ്പം വരാം. നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം, എന്നിട്ട് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. കണ്ണ ചേട്ടാ, ഇതാ കോഫി. എനിക്ക് വേണ്ട മോളെ. എന്താ ചേട്ടാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? എൻഗേജ്മെന്റിനോ വന്നില്ല. എത്ര നന്നായിട്ടാ നടന്നേന്നറിയോ? എല്ലാവരും ചേട്ടനെ മിസ് ചെയ്തു. ഞാൻ അവിടെ വന്നിരുന്നു മോളെ. എന്താ ചേട്ടൻ വന്നിരുന്നെന്നോ? എന്നിട്ട് ആരും കണ്ടില്ലല്ലോ. എവിടായിരുന്നു? വേദാന്തിയേട്ടൻ വിക്കിയോട് ഞാൻ വരുന്നുണ്ടോന്ന് അന്വേഷിച്ചു. അത് ഞാൻ വരുമെന്നറിയാനുള്ള സന്തോഷമായിരുന്നില്ല, അവന്റെ വോയിസിൽ ഇറിറ്റേഷൻ ആയിരുന്നു. ഞാനെങ്ങാനും ഇനി വന്നു പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എൻഗേജ്മെന്റ് ദിവസമായിട്ട് ഞാൻ കാരണം അവന്റെ സന്തോഷം കളയണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞ് വേറെ വഴിക്ക് പോയത് മോളെ. എന്റെ പ്രസൻസ് കൊണ്ട് സന്തോഷം ഉണ്ടാകണം, ആരും വേദനിക്കരുത്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല കണ്ണൻ ചേട്ടാ. വേദാന്തേട്ടൻ ചോദിച്ചത് കണ്ണൻ ചേട്ടൻ തെറ്റിദ്ധരിച്ചതായിട്ടാ തോന്നുന്നേ. കണ്ണൻ ചേട്ടൻ വരേണ്ടതാണ്, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന ഫീലിലായിരിക്കും വിക്കി ചേട്ടനോട് അങ്ങനെ ചോദിച്ചതെങ്കിലോ? അങ്ങനെ ചിന്തിക്കുന്നത് എന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. ആ തെറ്റിദ്ധാരണ മാറ്റി നിർത്തി സത്യം ഞാൻ അംഗീകരിച്ചേ പറ്റൂ. ചേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ വന്നിരുന്നെങ്കിൽ ചേട്ടന് ഇഷ്ടമാവില്ലായിരുന്നു. പണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ കണ്ണൻ ചേട്ടൻ കണ്ട വേദാന്തേട്ടനല്ല. ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. കണ്ണൻ ചേട്ടൻ അറിയാവുന്ന വേദാന്തേട്ടൻ അതുവരെ അമ്മു ചേച്ചിയെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴും വേദാന്തേട്ടന് ചെറിയ വാശിയും ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അറിയോ, വേദാന്തേട്ടനെ എനിക്കും അതിഥി ചേച്ചിക്കും ഒരുപാട് ഇഷ്ടമാണ്. വേദാന്തേട്ടന് ഞങ്ങളോടും ഒരുപാട് സ്നേഹമുണ്ട്. കണ്ണൻ ചേട്ടനെ പോലെ തന്നെ വേദാന്തേട്ടനും ഒരുപാട് നല്ല മനസ്സാ. പക്ഷേ ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന വേദാന്തേട്ടൻ എന്തുകൊണ്ടാ കണ്ണൻ ചേട്ടനോട് ദേഷ്യപ്പെടുന്നതെന്നറിയില്ല. എന്നാലും ഞാൻ ഈശ്വരനോട് നിങ്ങൾ പഴയതുപോലെ ഒന്നാവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ വെറുതെ വിഷമിക്കില്ലേ കണ്ണൻ ചേട്ടാ? താങ്ക് യു അഞ്ജു. എന്റെ ജീവിതത്തിൽ ഒരാഗ്രഹമേ ഉള്ളൂ, ചേട്ടൻ എന്നെ പഴയതുപോലെ സ്നേഹിക്കണമെന്നും സംസാരിക്കണമെന്നും. എന്റെ ചേട്ടനാണ് എന്റെ ലോകം. എപ്പോഴും എനിക്ക് എന്റെ ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവണം. പക്ഷെ എന്റെ വിധി എന്തായാലും അതിനെ അനുവദിക്കുന്നില്ല.
നിന്റെ പ്രാർത്ഥന കൊണ്ടെങ്കിലും അതിന് സാധിക്കട്ടെ. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ പ്രശ്നത്തിനും എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവും. വെറുതെ ടെൻഷൻ ആവാതെ കണ്ണൻ ചേട്ടാ. കണ്ണൻ ചേട്ടാ, ഈ കോഫി കുടിക്കേ. മണം വന്നിട്ട് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അളിയാ, ഇത്രയും നല്ല ഫുഡ് കൺമുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് മീറ്റിംഗിൽ ഇരിക്കുന്ന പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല. വിശപ്പിനേക്കാളും വലിയ എന്ത് സത്യ ലോകത്തുള്ളത് അല്ലളിയാ? നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് തന്നെ എന്ത് കഴിക്കണമെന്ന് ആലോചിച്ചല്ലേ. ജീവിതത്തിൽ ആഹാരത്തിനല്ലാതെ മറ്റെന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? എടോ പൊട്ട, താൻ പൊട്ടനാണെങ്കിൽ കാര്യം പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ ബാറ്റിംഗ് തുടങ്ങിയാലോ? ഞാൻ ഓൾറെഡി സ്ട്രൈക്കിലാണ് അളിയാ. നന്നായിട്ട് ബാറ്റ് ചെയ്ത് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയാലുണ്ടല്ലോ, ആഹാ, അതിനേക്കാൾ വലിയ സുഖം വേറെ എന്തോ ഉള്ളേ. സത്യം, ആ പറഞ്ഞു സത്യം. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം സുഖമാവും. ബോസ്, ഇത് ഞങ്ങൾക്കുള്ള ഫുഡാ. ബോസിന്റെ ഡയറ്റ് ഫുഡ് ദാ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പാവയ്ക്ക ജ്യൂസ്, സ്വീറ്റ് കോണ്, സാൻഡ്വിച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. അയ്യോ അവിടെ കൊച്ചെ, എന്തിങ്ങനൊക്കെ പറയുന്നേ? എന്റെ ചേട്ടനുണ്ടല്ലോ, എന്റെ അമ്മായിമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്. അതില് ചപ്പാത്തിയും ചിക്കനും ഫേവററ്റ് അല്ലേ? അയ്യോ ചേട്ടാ, നമ്മുടെ ബോസിന് സിമ്പിൾ ഫുഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മാത്രമല്ല, ഈ ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ഒക്കെ കാണുമ്പോ കഴിക്കാനുള്ള താല്പര്യം തന്നെ അങ്ങ് പോകും. നോക്കി, എന്റെ ഫേവറേറ്റ് ഗുലാബ് ജാമുനും തന്നു വിട്ടിട്ടുണ്ട്. ബോസ് ഇപ്പോ ഡയറ്റിലല്ലേ ഉള്ളത്, അപ്പൊ എങ്ങനെയാ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നേ? ആണോ? ചേട്ടൻ ഡയറ്റിലായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ചേട്ടാ, ചേട്ടൻ തന്നെ പറയേ, ഈ ഗുലാബ് ജാമുന് അടിപൊളിയായിട്ടില്ലേ? അയ്യോ, അത് ചോദിക്കാനുണ്ടാവുമോ? ആ സ്മെല്ലടിച്ചപ്പോ തന്നെ നാവില് വെള്ളം ഊറി തുടങ്ങി. ഇത്രയും നല്ലൊരു ഗുലാബ് ജാം ഒരു ഹോട്ടലിലോ ഒരു ബേക്കറിയിലോ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. സത്യം പറയുകയാണെങ്കിലും ഇന്നിപ്പോ ഇവിടെ കൊണ്ടുവന്ന ഫുഡ് എല്ലാം ഉണ്ടല്ലോ, എന്റെ ചേട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. അയ്യോ, ഇതുകൊണ്ടാ ചേട്ടാ പറയുന്നേ, ടൈം ടു ടൈം നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണമെന്ന്. വിക്കിച്ചേട്ടന്റെ ചേട്ടനെ നോക്ക്, അതും നമ്മുടെ ബോസ് വളരെ അപ്ഡേറ്റഡാ. ഈ അപ്ഡേറ്റഡ് വേർഷനില് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എനിക്കൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഇരിക്കുന്ന ഒന്നും ഞാൻ കഴിക്കില്ല. എനിക്ക് എന്റെ ഡയറ്റ് ഫുഡ് മതി. എന്ത് വേണമെങ്കിലും തന്നെ എടുത്തു കഴിച്ചോണം. വേണ്ട സാധനങ്ങളൊക്കെ കയ്യിലേക്ക് എടുത്തു തരാൻ ഇതെന്താ ഹോട്ടലാണോ അതോ വല്ല കല്യാണ ഹോളോ? ഇത് ഓഫീസ് ക്യാൻറ്റീനാ. ഇവിടെ അതിന്റേതായിട്ടുള്ള റൂൾസ് ഒക്കെ ഉണ്ട്, അല്ലേ ബോസ്? മേഡം പറഞ്ഞത് സത്യമാ. ഇതൊക്കെ കഴിക്കാനായിട്ടെ വല്ലാത്തൊരു ഭാഗ്യം വേണം. പക്ഷെ നമ്മുടെ ബോസിന് ആ തലവരെ ഇല്ല, പാവം. ചേട്ടാ, വിക്കി ചേട്ടാ, നിങ്ങൾ സമാധാനമായിട്ട് ഫുഡ് കഴിക്കാം, ഞാനും കൂടെ ഇരിക്കാം. അളിയാ, ഗുലാബ് ജാമുൻ എല്ലാം നമുക്കുള്ളതാ. എടുത്തി എന്താ ചെയ്യുന്നേ? വേറൊന്നുമില്ല,
ഓൺലൈനിൽ സാരീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ട് പോകാനായിരുന്നേ? വന്നേ, ഞാൻ പറയാം. വാ. വന്നേ, ഇവിടെ വന്നിരുന്നേ. ഇത് കാണാനാണ് ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത്. അതേ എടുത്തി. എന്റെ ആരതി, മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് ഞാൻ ഇതൊന്നും കാണാറില്ല. ആ ഗുരുവിന്റെ പ്രോഗ്രാം എത്ര നല്ലതാണെന്നറിയോ? അദ്ദേഹം എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് കേട്ടില്ലേ? അയ്യോ എന്റെ ആരതി, എനിക്ക് അത്ര പെട്ടെന്നൊന്നും വാർദ്ധക്യത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. ആൻഡ് മോർ ഓവർ അത് മുത്തശ്ശി കാണുന്ന പ്രോഗ്രാമാ. എന്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് ആഗ്രഹങ്ങളുള്ളത് ആരതി. അപ്പൊ പിന്നെ വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ചേട്ടന്റെ കല്യാണത്തിലുള്ള സാരീസ് ഒക്കെ നോക്കാം. നീ നോക്കി എങ്ങനെയുണ്ടെന്ന്. ഏട്ടത്തി, ഏട്ടത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേദന മറക്കാൻ വേണ്ടിയല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി. ഏട്ടത്തിക്കുണ്ടായ വേദന അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നതല്ലോ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോയിട്ട് വന്നാലോ? വേണ്ടായിരുതേ, എനിക്ക് പുറത്തു പോകാനൊരു മൂടില്ല. ഇക്കാര്യം നിങ്ങളാരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദനിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ എന്റെ മനസ്സിലെ ഭാരം ഒഴിയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്കിപ്പോ അധികം കൂടിയിട്ടുണ്ട്. ഞാൻ ഏട്ടത്തി എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ട് ഏട്ടത്തിക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുന്ന എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഏട്ടത്തി മനസ്സ് തുറന്ന് സംസാരിച്ചാ കുറച്ചെങ്കിലൊക്കെ ആശ്വാസം കിട്ടുന്ന തോന്നുന്നു. സംഭവിച്ച കാര്യങ്ങളൊക്കെ മറന്നു കളയാൻ പറയാൻ വളരെ ഈസിയാണ്. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഒരു വാതില് നമ്മുടെ മുന്നിൽ അടയുമ്പോ മറ്റൊരു വാതില് തുറക്കുന്നല്ലേ ഏട്ടത്തി? ഏട്ടത്തിക്ക് ഇപ്പോഴും ചെറിയ പ്രായമല്ലേ ആയുള്ളൂ. ഇനിയൊരു കുഞ്ഞിനെ കിട്ടാനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ. വേണ്ടായിരുതേ, ഇനി ഇതുപോലെ വേദനിക്കേണ്ടി വരുമെന്നോർത്ത് എനിക്കിപ്പോ നല്ല പേടിയുണ്ട്. 2 തവണ എന്റെ സ്വപ്നങ്ങൾ അങ്ങനെ തന്നെ മറഞ്ഞു പോയത്. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ച പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോ ദിവസവും മാതൃത്വത്തിന്റെ വേദന അനുഭവിക്കുന്നുണ്ടായിരുതേ. എന്റെ മകൻ ജനിക്കുന്നതും കരയുന്നതും ചിരിക്കുന്നതും വിശന്ന് പാല് കുടിച്ച് എന്നെ നോക്കി ചിരിക്കുന്നത്. പക്ഷേ എന്റെ ആ സ്വപ്നങ്ങളൊക്കെ നശിച്ചു. അതും 2 തവണ. ആ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുതേ. അതുകൊണ്ട് ഞാൻ ഉറങ്ങാറ് പോലുമില്ല. ഞാനത് നേരിട്ട് കാണുന്നുണ്ട്. എല്ലാ സ്വപ്നങ്ങളും സത്യാകാരല്ലെന്ന് പറയാറില്ലേ? ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് എടുത്ത് എന്തിനെങ്ങനെ വെറുതെ വിചാരിക്കുന്നേ? 2 തവണ സംഭവിച്ചത് 3-ാം തവണയും സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പാരതി? ഈശ്വരനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഇപ്പൊ ഇനിയൊരു കുഞ്ഞിനെ വേണ്ടെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു ആരതി. അത് ഞാൻ സിദ്ധാർത്ഥനോട് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ എടുത്തി പറയുന്നേ? പക്ഷെ ചേട്ടന്റെ മനസ്സിലൊരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലോ?